ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ ഇനി വരാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ പറയാൻ പോണത്. അതായത് ഇത് ഹിന്ദി റീമേക്കിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും ലാവണ്യയും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ലാവണ്യയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കണമെന്ന് നമ്മുടെ ലാവണ്യയുടെ മനസ്സിൽ തോന്നാൻ വേണ്ടി ശ്രുതി പല കാര്യങ്ങളും പറയുമ്പോഴേ ലാവണ്യ തട്ടിക്കളയോട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മുടെ ശ്രുതി പറയുമ്പോൾ ലാവണ്യ അത് അംഗീകരിക്കും. അങ്ങനെ ലാവണ്യ നാളെ ആവുമ്പോഴേക്കും ശ്രുതിയും ലാവണ്യയും നല്ല കൂട്ടുകാരാകും കേട്ടോ. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, മേഡത്തിന് ഇപ്പോൾ 10-25 വയസ്സേ ആവുന്നുള്ളൂ. ഒരു 15 വർഷം കൂടി കഴിഞ്ഞാൽ മേഡത്തിൻ്റെ മുടിയെല്ലാം നരക്കും, മുഖത്ത് ചുളിവുകൾ വരും, കണ്ണിൻ്റെ അടിയിൽ പാട് വരും. മേഡത്തിൻ്റെ ഇപ്പോൾ ചുണ്ടിലുള്ള ആ കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മങ്ങിപ്പോവും, മുടിയൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞു പോവും, കയ്യിലെ സ്കിന്നൊക്കെ അങ്ങോട്ട് ചുരുണ്ടുരുങ്ങും എന്നൊക്കെ പറയുവാണ്. അയ്യോ എന്ന് പറയുമ്പോഴേക്കും അതെ, മേഡം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് മേഡം വിചാരിക്കേണ്ട. ആ സമയം നമ്മുടെ അശ്വിൻ സാറിനെ കല്യാണം കഴിച്ചില്ല എന്നാണെങ്കിൽ അശ്വിൻ സാറിൻ്റെ മേഡത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് മേഡം ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ ലാവണ്യ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. വേറൊന്നുമല്ല, കുറേ വർഷത്തിന് ശേഷം രസമായിട്ട് അത് കാണാനായിട്ട് ഒരു 20 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ ഇത്തിരി മുടിയൊക്കെ ഇങ്ങനെ നരച്ചിട്ടുണ്ട്. ആ സമയത്ത് അശ്വിനോട് ചോദിക്കുകയാണ്, ബേബി ഞാൻ പറഞ്ഞ ആ ക്രീം മേടിച്ചോ നീ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ ക്രീം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ക്രീം മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നീ വയസ്സായി, ദേനെ 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിക്കേ എന്ന് പറയുമ്പോൾ ലാവണ്യ തിരിഞ്ഞു നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരി പെൺകുട്ടികൾ അശ്വിൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. ഇതെന്താ ബേബിന്ന് ചോദിക്കുമ്പോൾ നീ വയസ്സായില്ലേ, ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല, ഇനി എൻ്റെ ലിവിങ് ടുഗദർ ഇവർ 2 പേരുമാണ് എന്നിങ്ങനെ പറയുവാണ്. വാട്ട് എന്ന് നമ്മൾ ലാവണ്യ ചോദിക്കുമ്പോൾ യെസ് യു ഗോ എന്ന് നമ്മുടെ അശ്വിൻ പറയുവാട്ടോ. ആ സമയത്ത് ലാവണ്യ ആകെ അയ്യടാന്നായി പോകുവാണ്. പെട്ടെന്ന് ലാവണ്യയ്ക്കോ ഇല്ല ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് ശ്രുതി എടുത്ത് പറയാണ്. എന്തുകൊണ്ട് നടക്കില്ല? ലിവിങ് ടുഗദർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും. മാഡം വയസ്സായി കഴിഞ്ഞാൽ അശ്വിൻ സാർ മാഡത്തിനെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചെന്നൊക്കെ വരും. പെണ്ണുങ്ങൾക്കറിയാലോ പെട്ടെന്ന് വയസ്സാകും. അതുകൊണ്ട് മാഡം ഒരു കാര്യം വിചാരിച്ചോ, എന്തായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോണില്ല. കല്യാണം കഴിച്ച മാഡത്തിനെ പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ അശ്വിൻ സാറിനെ പറ്റില്ല എന്ന് പറയുവാണ്. ശരിയാ കാർട്ടൂൺ ബേബി നീ പറഞ്ഞത്, അത് ഞാൻ നിന്നെടുത്ത് യോജിക്കുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കല്യാണം കഴിക്കാല്ലേ എന്ന് ലാവണ്യ പറയുമ്പോൾ തീർച്ചയായിട്ടും മാഡം, കല്യാണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആണും പെണ്ണും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കും എന്നുള്ളൊരു പ്രതിജ്ഞയും കൂടിയാണല്ലോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ലാവണ്യ ആ ഒരു തീരുമാനം എടുക്കുവാണ്, കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം. പിന്നെ ലാവണ്യ അശ്വിനെ ഒരു ബ്രെയിൻ വാഷൊക്കെ ചെയ്യാൻ നോക്കുവാട്ടോ, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാവണ്യയുടെ ഈ ഒരു സ്വഭാവ മാറ്റമൊക്കെ കാണുമ്പോൾ അശ്വിനും വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ശ്രുതി ഇവിടെ കയ്യിലെടുത്തെന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല നമ്മുടെ അശ്വിന് ഓൾറെഡി അതിന് മുമ്പ് തന്നെ ശ്രുതി മനസ്സിലുണ്ടാവും കേട്ടോ. അങ്ങനെ ശ്രുതിയായിട്ട് കുറച്ചുകൂടെ അടുക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.